ചൈനയുടെ കടക്കണി നയതന്ത്രത്തിൽ നിന്നും ബംഗ്ലാദേശിനെ പിൻവലിക്കാൻ ഇന്ത്യ നിലവിൽ ആകർഷകമായ ഒരു ആക്രമണം അഴിച്ചുവിട്ടു എന്നത് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി ഒരു മാസത്തിനുള്ളിൽ 2 തവണ ചർച്ചകൾ നടത്തിയതിനു ശേഷം പുതിയ ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി തന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിനായി ബംഗ്ലാദേശിനെ തിരഞ്ഞെടുത്തു എന്നത് ശ്രദ്ധേയമായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ നാവികസേനാ മേധാവി ചർച്ച ചെയ്യേണ്ട മറ്റ് സമുദ്ര വിഷയങ്ങൾക്കിടയിൽ ബംഗ്ലാദേശ് ഒരു ഇന്ത്യൻ കപ്പൽശാലയിൽ നിന്നും 800 ടൺ ടഗ് ബോട്ട് ശേഖരിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പിട്ടു. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ഈ ടഗ് ബോട്ട് ബംഗ്ലാദേശിന് ചൈന നൽകിയ മിങ് ക്ലാസ് വേരിയന്റായ ടൈപ്പ് 035G ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് അന്തർവാഹിനികൾക്ക് വൻ ഭീഷണി ഉയർത്തുന്നു. രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതിക്ക് പുറമെ കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ബംഗ്ലാദേശ് നാവികസേനയ്ക്കായി ഏകദേശം $21 മില്യൺ ചെലവിൽ ഒരു അഡ്വാൻസ്ഡ് ഓഷ്യൻ ഗോയിങ് ടഗ് ബോട്ട് നിർമ്മിക്കും. ഈ ടഗിന്റെ പ്രാഥമിക റോളുകളിൽ കപ്പലുകൾ കടലിലേക്കും കരയിലേക്കും വലിച്ചിടുക, ബെർത്ത് ചെയ്യുമ്പോഴും കാസ്റ്റിംഗ് ചെയ്യുമ്പോഴും അവരെ സഹായിക്കുക, വഴിതിരിയാൻ സഹായിക്കുക എന്നിവയാണെന്ന് GRSE വ്യക്തമാക്കുന്നു. കൂടാതെ കടലിൽ രക്ഷാപ്രവർത്തനങ്ങളും നിരീക്ഷണവും നടത്താനുള്ള ശേഷിയും ഈ കപ്പലിനുണ്ടായിരിക്കും. അതോടൊപ്പം കടലിൽ കപ്പലുകൾക്ക് അഗ്നിശമന പിന്തുണയും പരിമിതമായ മലിനീകരണ നിയന്ത്രണ നടപടികളും നൽകുന്നതായിരിക്കും ഇതിന്റെ സെക്കൻഡറി ചുമതലകളെന്നും കരുതപ്പെടുന്നു. അതിനാൽ തന്നെ നിരീക്ഷണ കഴിവുകളുള്ള ഒരു ഇന്ത്യൻ ടഗ് ബോട്ട് ബംഗ്ലാദേശ് തീരത്തെത്തുന്നത് ചൈനീസ് അന്തർവാഹിനികൾക്ക് വൻ ഭീഷണി ഉയർത്തിയേക്കാമെന്ന് ചൈന ഭയപ്പെടുന്നു. ഈ കപ്പൽ ഒരു നൂതന കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ മൂറിംഗ് ലൈനുകളോ ആങ്കറുകളോ ഉപയോഗിക്കാതെ തന്നെ കപ്പലിനെ അതിന്റെ വേഗതയും സ്ഥാനവും നിലനിർത്താൻ അനുവദിക്കുന്നു. ചൈന ബംഗ്ലാദേശിൽ ഒരു അന്തർവാഹിനി താവളം നിർമ്മിക്കുന്നതിനാൽ ചൈനീസ് നാവികസേനയ്ക്ക് ഈ തന്ത്രപ്രധാനമായ താവളത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ സാമീപ്യം കണക്കിലെടുക്കുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. ഇന്ത്യയിൽ പുതിയ സർക്കാർ രൂപീകരിച്ചതിനു ശേഷം പ്രധാനമന്ത്രി മോദി ക്ഷണിച്ച ആദ്യത്തെ രാഷ്ട്രത്തലവനായിരുന്നു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ഈ സന്ദർശന വേളയിൽ ടീസ്റ്റാർ റിവർ കോംപ്രഹെൻസീവ് മാനേജ്മെന്റ് ആൻഡ് റീസ്റ്റോറേഷൻ പ്രോജക്ട് കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ സർക്കാർ വാഗ്ദാനം ചെയ്തു. $1 ബില്യൺ ചെലവ് കണക്കാക്കുന്ന ഈ പദ്ധതി ചൈനയുടെ താൽപര്യം ആകർഷിച്ചിരുന്നതിനാൽ ഇന്ത്യയ്ക്കൊപ്പം ഈ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ഔദ്യോഗിക നിർദ്ദേശം ചൈനയും സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയിലേക്ക് ഒഴുകുന്ന നദിയിൽ നിന്നും ചൈനയെ അകറ്റി നിർത്തേണ്ടതിന്റെ ആവശ്യകതയിൽ നിന്നാണ് പദ്ധതിക്ക് ധനസഹായം നൽകാനുള്ള ഇന്ത്യയുടെ ഈ പുതിയ വാഗ്ദാനം എത്തുന്നത്. ഈ നദിക്ക് ഭൂമിശാസ്ത്രപരമായും ഭൗമതന്ത്രപരമായും പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അപകട സാധ്യതയുള്ള ചിക്കൻ നെക്ക് ഇടനാഴിക്ക് സമീപമാണ് ഈ പ്രദേശം എന്നതിനാൽ ഇതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. എന്നാൽ ഈ പദ്ധതിയെക്കുറിച്ച് ബംഗ്ലാദേശ് ഇതുവരെയും ഒരു റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ബംഗ്ലാദേശിനും ഇന്ത്യക്കും ഇടയിലുള്ള ട്രെയിൻ ഗതാഗതം സംബന്ധിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും ധാക്ക ഡൽഹി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ എന്നിവിടങ്ങളിൽ ട്രെയിൻ കണക്ടിവിറ്റിക്ക് കരാർ വഴിയൊരുക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 2 ഏഷ്യൻ ഭീമന്മാരെ സന്തുലിതമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഹസീന ജൂലൈ 8 മുതൽ 11 വരെ ചൈന സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ നാവികസേനാ മേധാവി ബംഗ്ലാദേശ് സന്ദർശിക്കുന്നത് എന്നതിനാൽ ഈ സന്ദർശനം ബംഗ്ലാദേശുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് പ്രധാനമാണ് എന്ന് കരുതപ്പെടുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ പൊതുവായ വെല്ലുവിളികൾക്കെതിരെയുള്ള സഹകരിച്ചുള്ള പരിഹാരങ്ങൾക്കായി രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്ന ഫോറമായ ഇന്തോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവിൽ ചേരാൻ ബംഗ്ലാദേശ് നിലവിൽ തീരുമാനിച്ചു. 5 ദിവസത്തെ സന്ദർശന വേളയിൽ അഡ്മിറൽ ത്രിപാഠി ബംഗ്ലാദേശിലെ തന്റെ കൗണ്ടർ പാർട്ടായ അഡ്മിറൽ M. നസുമുൽ ഹസനുമായി ചിറ്റഗോങ്ങിലെ ബംഗ്ലാദേശ് നേവൽ അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിനെ കുറിച്ച് ചർച്ച ചെയ്യും. അഡ്മിറൽ ത്രിപാഠി ബംഗ്ലാദേശ് ആർമി ചീഫ് വക്കർ ഉസ്മാൻ, ബംഗ്ലാദേശ് എയർഫോഴ്സ് ചീഫ് എയർ മാർഷൽ ഹസൻ മഹമ്മൂദ് ഖാൻ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ഇതിനിടെ ഇന്ത്യൻ യുദ്ധക്കപ്പലായ INS റൺവീർ ഒരാഴ്ച ചിറ്റഗോങ്ങിൽ തങ്ങി ബംഗ്ലാദേശ് നാവികസേനയുമായി സമുദ്ര പങ്കാളിത്ത പരീക്ഷണം നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ചിറ്റഗോങ്ങിൽ ഒരു ഡ്രൈ ഡോക്ക് നിർമ്മിക്കാൻ ബംഗ്ലാദേശ് നാവികസേനയെ ചൈന സഹായിച്ചു പോരുന്നു. ഷെയ്ഖ് ഹസീന അന്തർവാഹിനി ബേസ് എന്നും പേരിട്ടിരിക്കുന്നതും കോക്സ് ബസാറിൽ സ്ഥിതി ചെയ്യുന്നതുമായ $1.2 ബില്യൺ സൗകര്യം 6 അന്തർവാഹിനികൾക്കും 8 യുദ്ധക്കപ്പലുകൾക്കും ഒരേ സമയം ആതിഥേയത്വം വഹിക്കാൻ പ്രാപ്തമാണ്. ബംഗ്ലാദേശ് നാവികസേനയ്ക്ക് 2 ചൈനീസ് അന്തർവാഹിനികൾ മാത്രമേ ഉള്ളൂ എന്നതിനാൽ ഭാവിയിൽ ചൈനീസ് അന്തർവാഹിനികൾക്കും ഈ സൗകര്യം തുറന്നുകൊടുക്കുമെന്ന് അനുമാനിക്കപ്പെടുന്നു. 2023 മാർച്ചിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഹസീന കുറഞ്ഞത് 2 മുതിർന്ന PLA നേവി ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചടങ്ങിൽ ബേസ് ഉദ്ഘാടനം ചെയ്തു. ധാക്ക ട്രൈബ്യൂൺ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അടിയന്തര സാഹചര്യത്തിൽ അന്തർവാഹിനികളുടെ സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ ചലനം അനുവദിക്കാൻ ഈ നാവിക താവളം അനുവദിക്കുന്നു. കിഴക്ക് ഇന്ത്യക്കും പടിഞ്ഞാറ് ഇന്തോനേഷ്യയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബംഗാൾ ഉൾക്കടൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടലായി അറിയപ്പെടുന്നു. ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമാർ എന്നിവയാണ് ബംഗാൾ ഉൾക്കടലിന്റെ തീരദേശ രാജ്യങ്ങൾ. ഈ മേഖലയുടെ സാമ്പത്തിക, നയതന്ത്ര, സുരക്ഷാ പ്രാധാന്യം കിഴക്ക് പടിഞ്ഞാറ് നിന്നുള്ള സുപ്രധാന ശക്തികളെ, അതായത് ചൈന, ജപ്പാൻ, അമേരിക്ക, റഷ്യ എന്നിവയെ പോലും ആകർഷിക്കുന്നു.
ചൈന, ജപ്പാൻ, കൊറിയ എന്നിവയെ മിഡിൽ ഈസ്റ്റുമായും ആഫ്രിക്കയുമായും ബന്ധിപ്പിക്കുന്ന ആശയവിനിമയത്തിന്റെ കടൽപാതയുടെ മുകളിലാണ് ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ വ്യാപാരത്തിന്റെ പകുതിയും ഈ പാതകളിലൂടെയാണ് കടന്നുപോകുന്നത് എന്നതും ഈ മേഖലയെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു. സ്വതന്ത്രവും തുറന്നതും ഉൾക്കൊള്ളുന്നതുമായ ഇന്തോ പസഫിക് എന്ന ചൈനയുടെ ദൃഢനിശ്ചയം പരിശോധിക്കാനുള്ള ഒരു വിശേഷണമായി അറിയപ്പെടുന്ന അമേരിക്കയുടെ നയത്തിന് ഈ മേഖല അനിവാര്യമാണ്. ബംഗാൾ ഉൾക്കടലിലേക്കുള്ള പ്രവേശനം ചൈന വളരെ കാലമായി തേടിയിരുന്നുവെങ്കിലും മ്യാൻമാറും ബംഗ്ലാദേശും ചൈനയുടെ ഈ മേഖലയിലേക്കുള്ള പ്രവേശനം സുഗമമാക്കിയിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ കാലുറപ്പിക്കുന്നത് ചൈനയുടെ തീരത്ത് നിന്നും കൂടുതൽ ദൂരം പ്രവർത്തിക്കാനും അമേരിക്കയ്ക്കും ഇന്ത്യക്കും അതിന്റെ സഖ്യകക്ഷികൾക്കും പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കാനുമുള്ള PLAയുടെ കഴിവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ബംഗാൾ ഉൾക്കടലിന്റെ പ്രാധാന്യം കാരണം ചൈന വിദേശ സൈനിക സൗകര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ ബംഗ്ലാദേശിനെയും മ്യാൻമാറിനെയും ഉൾപ്പെടുത്താൻ അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ പ്രേരിപ്പിച്ചിരുന്നു. ഇന്ത്യ ബംഗാൾ ഉൾക്കടലിനെ അതിന്റെ ആധിപത്യത്തിന്റെ തൊട്ടടുത്ത പ്രദേശമായി കണക്കാക്കുകയും തീരദേശ രാജ്യങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചെലവിടൽ ശക്തി കൊണ്ട് ചൈന ഇന്ത്യയെ തോൽപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിനാൽ തന്നെ ചൈനയിൽ നിന്നും പ്രതിരോധ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ബംഗ്ലാദേശ് നിലവിൽ. ബംഗ്ലാദേശിൽ അന്തർവാഹിനി താവളം നിർമ്മിക്കുന്നതിൽ ചൈനയുടെ പിന്തുണയെക്കുറിച്ച് ഇന്ത്യക്ക് അമിതമായ ആശങ്കയുണ്ടാകില്ല എങ്കിലും ഇന്ത്യയുടെ പരിസരങ്ങളിലെ ചൈനീസ് അന്തർവാഹിനികളുടെ സാന്നിധ്യം തികച്ചും വ്യത്യസ്തമായ ഒരു ഗെയിമായി ഇന്ത്യ നോക്കിക്കാണുന്നു. ബംഗാൾ ഉൾക്കടലിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം കണക്കിലെടുക്കുമ്പോൾ മലാക്ക കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ത്യ അതിന്റെ സാന്നിധ്യം ശക്തമാക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിക്കുന്ന ചൈനീസ് അന്തർവാഹിനികൾ മലാക്ക കടലിടുക്കിലെ ആഴം കുറഞ്ഞ ജലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉപരിതലത്തിലെത്തണമെന്നതിനാൽ ഇത് ഇന്ത്യക്ക് ഭൂമിശാസ്ത്രപരമായ നേട്ടം നൽകുന്നു. അതിനാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കൂടുതൽ സൈനിക ആസ്തികൾ ഉണ്ടാക്കുന്നതിലേക്ക് ഇന്ത്യ നീങ്ങുന്ന കാഴ്ചയാണ് നിലവിൽ നമ്മൾ കണ്ടുപോരുന്നത്.